ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6719 പേർക്ക് രോഗമുക്തി. പോസിറ്റിവിറ്റി നിരക്ക് 9.59%. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. യുഡിഎഫ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. സംസ്ഥാന സർക്കാരിന്റെ കൈറ്റ് പദ്ധതി രാജ്യാന്തര തലത്തിൽ പോലും മികച്ച മാതൃകയാണെന്ന് നിതി ആയോഗ്. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6719 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,210 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എറണാകുളത്ത് 797 മലപ്പുറത്ത് 764 തൃശൂരിൽ 483 രോഗബാധിതരാണ് ഇന്നുള്ളത്. തൃശൂർ, പാലക്കാട്, കൊല്ലം, കോട്ടയം ജില്ലകളിൽ 400-ന് മുകളിലും തിരുവനന്തപുരത്ത് 399 രോഗബാധിതർ ഉണ്ട്. 66,856 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 4,88,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 46,232 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 90 ലക്ഷം കവിഞ്ഞു. 49,715 പേർ കൂടി രോഗമുക്തി നേടിയതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 84 ലക്ഷം പിന്നിട്ടു. 1,32,000-ലേറെ പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. യുഡിഎഫ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. പത്രികകൾ പിൻവലിക്കാൻ മറ്റന്നാൾ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം യുഡിഎഫ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പത്രിക പുറത്തിറക്കിയത്. കോവിഡ് വാക്സിൻ അതിവേഗം ജനങ്ങളിലെത്തിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറച്ച ഫണ്ട് തിരിച്ചു നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത മാസം 8, 10, 14 തീയതികളിൽ 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ വിഭാഗം ഓഫീസുകൾ, വരണാധികാരികളുടെ ഓഫീസുകൾ തുടങ്ങിയവ അവധി ദിനങ്ങളിലും പ്രവർത്തിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ അവധി അനുവദിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നിതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലെ മികച്ച മാതൃകകളുടെ പട്ടികയിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ഇടം പിടിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തൽ, വിവര സാങ്കേതിക വിദ്യ ഉപയോഗം, പരിശീലനം തുടങ്ങിയ മേഖലകളിൽ കൈറ്റിന്റെ ഇടപെടൽ രാജ്യത്തും പുറത്തും മാതൃകയാണെന്ന് നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ 6 ആശുപത്രികൾക്ക് കൂടി ഗുണനിലവാരത്തിനുള്ള നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. മാട്ടൂൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം, ചാത്തന്നൂർ, പനങ്ങാട്, വാഴൂർ, മുണ്ടേരി, വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയാണ് NQAS ബഹുമതി നേടിയത്. ഇതോടെ സംസ്ഥാനത്തെ 80 സ്ഥാപനങ്ങൾക്ക് NQAS അംഗീകാരം നേടിയെടുക്കാനായി. ഇന്ന് ആരംഭിക്കുന്ന 15ാമത് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സൌദി അറേബ്യയുടെ അധ്യക്ഷതയിലാണ് 2 ദിവസത്തെ ഉച്ചകോടി ചേരുന്നത്. 21ാം നൂറ്റാണ്ടിലെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് വെർച്വലായി ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
പോലീസ് ആക്ട് ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഭേദഗതി സൈബർ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വാർത്തകൾ നൽകുന്നതിന് 5 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്യുന്നു സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് വർധനയ്ക്ക് ഇടയാക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ഫീസ് നിർണ്ണയ സമിതി നിശ്ചയിക്കുന്ന ഫീസാകണം ഈടാക്കേണ്ടതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നും സംസ്ഥാനം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിനായി സംസ്ഥാന സർക്കാർ മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനായ ഫാലി എസ് നരിമാനെ സമീപിക്കുമെന്ന് സൂചന കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ സർക്കാരിനോട് ചർച്ച ചെയ്യാതെ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതും വായ്പ അനുമതിക്ക് എതിരായ പരാമർശവും നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി രമേശ് ചെന്നിത്തലയ്ക്കും കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം VS ശിവകുമാർ കെ ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തും ബാർ കോഴക്കേസിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരും കോഴ തന്നിട്ടില്ലെന്നും ആരും കോഴ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പോലീസിനെയും വിജിലൻസിനെയും ഇതിനായി സംസ്ഥാന സർക്കാർ ദുരുപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു നിയമപരമായി നിലനിൽക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബാർ കോഴ കേസ് വീണ്ടും സർക്കാർ കുത്തിപ്പൊക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 വർഷം സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന വിഷയമാണ് ഇതെന്നും നിയമപരമായ നിലനിൽപ്പിന്റെ നേരിയ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ കേസ് എടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് ഇതെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ ഈ മാസം 25-ന് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന് പകരം അന്വേഷണ ഏജൻസികൾ കെ-ഫോൺ ഇ-മൊബിലിറ്റി ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികൾ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം പാലത്തായി പീഡനക്കേസിൽ IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റി പുതിയ സംഘത്തെ നിയോഗിച്ചു തളിപ്പറമ്പ് ഡിവൈഎസ്പി രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത് ADGP ജയരാജനാകും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയെ തുടർന്ന് പുതിയ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ബെവ്കോ വഴി ടോക്കൺ ഒഴിവാക്കി മദ്യവിൽപ്പന നടത്താൻ സർക്കാർ ഉത്തരവ് നൽകിയിട്ടില്ലെന്ന് ബിവറേജസ് കോർപ്പറേഷൻ MD അറിയിച്ചു വെബ്ക്യൂ ആപ്പ് തകരാറിലായതിനാൽ ടോക്കൺ ഒഴിവാക്കി മദ്യവിൽപ്പന നടത്താൻ സർക്കാർ ഉത്തരവ് നൽകിയെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം ISL ഫുട്ബോൾ 7ാം സീസണിലെ 2ാം ദിനമായ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടും ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് പോരാട്ടം ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ATK മോഹൻ ബഗാനോട് ഏകപക്ഷീയമായ 1 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു സ്വർണ്ണവിലയിൽ വർധന പവന് 160 രൂപ കൂടി 37,680 രൂപയായി 4,710 രൂപയാണ് ഗ്രാമിന്റെ വില എന്നാൽ ആഗോള വിപണിയിൽ വിലയിടിവ് തുടരുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിലെ നിരീക്ഷകയായി IT മിഷൻ ഡയറക്ടർ ചിത്ര എസിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചു സർവേ ആന്റ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പ് ഡയറക്ടർ R ഗിരിജയ്ക്ക് പകരമാണ് നിയമനം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തുമ്പോൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ 20 പേരിൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും കണ്ടെയ്ൻമെന്റ് സോണിൽ നടത്തരുത് പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാനത്ത് ഇന്ന് 5,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 6,719 പേർക്ക് രോഗമുക്തി പോസിറ്റിവിറ്റി നിരക്ക് 9.59%. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു UDF ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി സംസ്ഥാന സർക്കാരിന്റെ കൈറ്റ് പദ്ധതി രാജ്യാന്തര തലത്തിൽ പോലും മികച്ച മാതൃകയാണെന്ന് നിതി ആയോഗ് ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @all india radio തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25